ഈ അടി അവിടെ നിക്കട്ടെ, ഇത് വന്ന് വഴി ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. തലേ ദിവസം കേക്കൊക്കെ മുറിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട്, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേക്കുന്നതിനെക്കാട്ടും മുന്നേ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. വർഷയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശയും അമ്മ നല്ല ചമ്മന്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചപ്പോഴേക്കും പിന്നെ സംതൃപ്തിയായി. അങ്ങനെ രാവിലത്തെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ പിന്നെ കോളിഫ്ലവർ വറുക്കാൻ ആ പരിപാടിയും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ പോയിട്ടുള്ളത് രഞ്ജിന്റെ വീട്ടിലാണ്, അമ്മേനും മാമിനൊക്കെ കാണാൻ വേണ്ടി. പാലക്കാട് സൈഡായോണ്ട് പിന്നെ പറയണ്ട, അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. ആ ക്ഷീണൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഒരു മോര് സോഡയും കുടിച്ചു. ഒരു 3-4 വട്ടം വന്നിട്ടുണ്ടാവും കേട്ടോ രഞ്ജുവിന്റെ വീട്ടിൽ. അവിടുത്തെ ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്, ഒപ്പം നല്ല ബൂസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ നേരത്തെ തുടക്കത്ത് പറഞ്ഞ ആ ഒരു കഥ. ആ വരവ് കണ്ടാലേ പറയൂലേ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്, പിന്നെ ഒക്കെ ചടപടയായിരുന്നു. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്, ഇങ്ങനെ രഞ്ജിനിനെ സ്നേഹിക്കാൻ വേറെ ആരാ ഉണ്ടാവുക. ഇന്നലെ ഇവൻ വന്ന് നോക്കിയപ്പോ രഞ്ജിനിനെ കാണാനില്ല, ഞങ്ങളൊപ്പം ഉള്ളത്. ഇന്നും ഞങ്ങളൊപ്പാ വരുന്നേന്ന് പറഞ്ഞപ്പോ ഇവനക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ രഞ്ജിനി എന്തൊക്കെയോ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, ഇനി ഒരാളെയും കൂടി കാണിക്കാനുണ്ട് രഞ്ജിനിന്റെ മാമ. ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അപ്പൊ വിളിക്കാൻ തുടങ്ങും, എപ്പോഴാ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ട്. മാമ എപ്പോഴും ചിരിച്ചോണ്ടാ ഉണ്ടാവുക, അതും ഭയങ്കര സ്നേഹം എപ്പോൾ കണ്ടാലും. പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ.